നിയമനിർമ്മാണം നടത്തി മുനമ്പം വഖഫ് ഭൂമി ഏറ്റെടുക്കാനാകുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. മുനമ്പത്തുകാരുടെ ഭൂമി ഉടമസ്ഥതയ്ക്ക് മതിയായ രേഖകളുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നും വഖഫ് വസ്തുവകയല്ല എന്ന് കമ്മീഷന് കണ്ടെത്താനാകുമോ എന്നും കോടതി ചോദിച്ചു. കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് വഖഫ് സംരക്ഷണ വേദി കോടതിയിൽ വാദിച്ചു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മുജ്തബ, വാദം തുടരുകയാണല്ലോ. എന്തൊക്കെ ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? സർക്കാരിന്റെ മറുപടി എങ്ങനെ? അമൃത, നേരത്തെയും വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ അധികാരമില്ല. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന CN രാമചന്ദ്രൻ കമ്മീഷൻ അത് ഒരു ഭരണഘടനാ ലംഘനമാണ്, അല്ലെങ്കിൽ വഖഫ് വിഷയത്തിനെതിരാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ തവണയും ഹൈക്കോടതി സർക്കാരിനോട് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്ത് അധികാരത്തിലാണ് ഈ കമ്മീഷനെ വെച്ചത് എന്നതുൾപ്പെടെ. എന്തായാലും ഇന്ന് വീണ്ടും ഹൈക്കോടതി സമാനമായ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഈ മുനമ്പത്ത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത് വഴി ഈ മുനമ്പത്തെ വഖഫ് വസ്തുവകയല്ല എന്ന് കണ്ടെത്താൻ കഴിയുമോ? മാത്രമല്ല, ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമി അത് സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെ വഖഫ് ഭൂമിയാണെങ്കിൽ പോലും പ്രത്യേക നിയമനിർമ്മാണം നടത്തിയ വഖഫ് ഭൂമി സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, താമസക്കാർക്ക് മതിയായ രേഖകൾ ഉണ്ടെന്ന് സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ കോടതി ചോദിക്കുന്നത്, ഇങ്ങനെ വഖഫ് ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ താമസം ആക്കിയ ആളുകൾക്ക് എന്ത് തരത്തിലുള്ള നിയമസാധ്യതകളാണ് ആ രേഖകൾക്കുള്ളത് എന്ന് കോടതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ തുടരുകയാണ്. 2 മണിക്ക് ശേഷം വീണ്ടും സമാന വിഷയത്തിൽ വാദം തുടരുന്നുണ്ട്. കയ്യാറ്റിക്കാരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് വഖഫ് സംരക്ഷണ വേദി ചൂണ്ടിക്കാണിക്കുന്നു. ആ ആംഗിളിലുള്ള വാദങ്ങളാണ് വഖഫ് സംരക്ഷണ വേദി ഉയർത്തുന്നത്. മാത്രമല്ല, നിരവധി കക്ഷികൾ ഇതിനോടകം തന്നെ ഈ ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നിരവധിയായ ഈ ഹർജികളൊക്കെ വാദം കേട്ടതിന് ശേഷമായിരിക്കും അന്തിമവാദം കോടതി തീരുമാനിക്കുക. എന്തായാലും ഇന്ന് ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ വാദം തുടരുകയാണ്. അമൃത. ശരി, അഹമ്മദ് മുജ്തബയാണ് വിവരങ്ങൾ നൽകിയത്.